ഫോൺ എടുത്തോ? രണ്ടെണ്ണോ? സിസ്റ്ററിനെ വിളിച്ചു പറയാൻ അതിന്റെ മണ്ടയിൽ ഞാൻ കൂടെ വന്നേക്കാം. നമുക്ക് എക്സാമിന്റെ ഇതാ, നമുക്ക് ക്ലാസ് ഇല്ലെന്ന് എത്ര പ്രാവശ്യം പറയണം. നിന്റെ ചെരുപ്പം തേടി വേണ്ട വേണ്ട. എന്റെ പൊന്ന് സിംബ മാറ്. നമ്മുടെ ചെറിയ 17-18 വയസ്സ് 20 വയസ്സിനകത്ത് നമ്മൾ നല്ല കഷ്ടപ്പാടുള്ള പണി ചെയ്യുവാണെങ്കിൽ പിന്നെ മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് ഏത് പണിയും ചെയ്യാം. അതേസമയം നമ്മൾ ആദ്യം തന്നെ നല്ല സുഖമുള്ള പണിയാക്കി ചെയ്യുന്നെങ്കിൽ പിന്നെ നമുക്ക് പണി തന്നെ ചെയ്യാൻ പറ്റാതെ. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നൊരു തോന്നൽ. ആ തോന്നൽ ഇതൊക്കെ മാറ്റി ചെയ്യാം. കുറച്ച് നാൾ ഒരു 10-20 വയസ്സൊക്കെ കഴിയട്ടെ, എന്നിട്ട് പിന്നെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് ജോലി ചെയ്യണം. ഇപ്പോൾ കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനനുസരിച്ച് അങ്ങ് ചെയ്യുക. പിന്നെ പഠിക്കുകയില്ലേ? ഇത്രയും പഠിച്ച ആദ്യം എങ്ങനെയായിരുന്നു അതുപോലല്ലോ ഇപ്പം. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പഠിച്ച് വരും. കുറച്ച് കഷ്ടപ്പാടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറിയില്ല. പിന്നെ പോയാലും വേറെ ഏതെങ്കിലും പണിക്ക് പോയാലും അത് എളുപ്പമായിട്ട് തോന്നത്തുള്ളൂ. ഇതിന് ഇത്രയും പാട് വരത്തില്ല വരുമ്പോൾ. അവൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. വയറിങ്ങിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്ന് പൈപ്പിട്ട് കഴിഞ്ഞു. ഇനി വേറെ വലിക്കണം, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണുള്ളത്. താഴെ പ്ലംബിങ്ങിൻ്റെ കുറേ പണിയുണ്ട്. പ്ലംബിങ്ങും ഉണ്ട് ഇതിൻ്റെ കൂടെ. അതിനുള്ള കുറേ സംഭവമൊക്കെ ഇവിടെ ഇന്നലെ ആ പരിപാടിയായിരുന്നു. ഇത് മൊത്തം കുഴിച്ച് പ്ലംബിങ്ങിൻ്റെ എല്ലാം ഇട്ട് അതെല്ലാം മൂടി. അടുക്കളയാണ്. വയറിങ്ങിൻ്റെ പൈപ്പിടുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്.
ചെറിയതൊക്കെ മാറ്റി ചെയ്യാനുണ്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞത്. അതല്ലാതെ പ്ലംബിങ്ങിൻ്റെ പരിപാടി ഏകദേശം സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് പണികളുണ്ട് അവിടെയൊക്കെ, കുറച്ച് പണി ഏതാണ്ട് തീരാറായി. ഇത് കൂട്ട് കുഴികളിട്ടിക്കണം. കുഴിയെടുപ്പ് നല്ല പണിയാണ്. ഇതിനിടയിൽ മാന്തി പൊളിച്ച് ഇതെല്ലാം ശരിയാക്കി ഇതിനകത്തോട് വേണം കേബിൾ വരാൻ. ക്യാമറ ഉണ്ട്, ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനുണ്ട്, പിന്നെ പ്ലംബിങ്, വയറിങ് എല്ലാം വരും. ശാംഭവിയുടെ ഭിന്നശേഷിക്കാരുടെ ഒരു ഗ്രാമസഭയുണ്ട്. അപ്പം മുണ്ടക്കത്ത് അതിന് പോവാം. വൃത്തിയോടെ ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് കഥകൾ ആരടയ്ക്കും? അവിടുത്തെ ലൈറ്റ് ആരും ഓഫ് ചെയ്യും? കണ്ടോ? മുടിയാണ് വെച്ചുകൊണ്ട് അത് ഇരിക്കുന്നു. മതി, ഇന്ന് വരുമോ? അവളമാരെ ഒറ്റ എണ്ണത്തെ അടുക്കള കയറ്റിയേക്കല്ലേ കേട്ടല്ലോ. ഇത് പ്ലാസ്റ്റിക് കൊടുക്കണം അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ പിള്ളേരുടെ ഭിന്നശേഷി പിള്ളേരുണ്ടെങ്കിൽ അവരുടെ പേരെഴുതണം, സൈൻ ചെയ്യണം. ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതെന്നാ സ്പെഷ്യൽ ഗ്രാമസഭ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രാമസഭ, വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും. ഓക്കെ. ശേഷം വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് നമ്മുടെ ഭിന്നശേഷി അതുപോലെ തന്നെ വയോജനങ്ങളുടെയും ഒരു ഗ്രാമസഭയാണ് ഇന്ന് നമ്മൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇത് ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവർക്ക് തുല്യത, ഭിന്നശേഷി വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ശേഷിയും ഇല്ലാതെ വരുന്നില്ല. അവരുടെ കഴിവുകളെ നമ്മൾ സർക്കാർ, എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഗ്രാമസഭയ്ക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ശ്രീമതി രജനി ഷാജി അവരുകളാണ്. അദ്ദേഹത്തെയും ഈ ഗ്രാമസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നത്. അടുത്തായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ശ്രീമതി സിനിമോൾ തടത്തിൽ, അവരെയും ഈ ഗ്രാമസഭയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തിരുന്നു. അടുത്തായി നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ശ്രീ ജോൺസൺ ടീച്ചർ, അവരുടെയും ഈ യോഗത്തിൽ അയ്യൂബ് ഖാൻ അവർ, അതുപോലെ തന്നെ നമുക്ക് ആശംസ പറയുവാനോടെ എത്തിയിരിക്കുന്ന ബ്ലോക്കിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി സിനിമോൾ തടത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ റോസമ്മ ജോണ്, നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺസൺ മെമ്പർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്വാഗതം പറഞ്ഞ പൊന്നമ്മ ടീച്ചർ, അതുപോലെ നമ്മുടെ ഉണ്ടെങ്കിലും നമ്മൾ ഭിന്നശേഷിയായിട്ടുള്ള ആൾക്കാർക്കും വാർദ്ധക്യം വയോജനങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രത്യേക ഗ്രാമസഭ കൂടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ
നമ്മൾ ഒരു ഗ്രാമസഭയ്ക്ക് വന്നു കഴിയുമ്പോൾ അവിടെ വീട് മെയിൻ്റനൻസ്, വീട് കക്കൂസ് അങ്ങനെയൊക്കെ പോകും. പക്ഷെ നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടിക്ക് മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും നമുക്കിവിടെ അത് എഴുതിയെടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി നിങ്ങൾക്ക് എന്താണോ ആവശ്യം, സ്കോളർഷിപ്പ് ഇല്ലാത്തവർ കാണും, അങ്ങനെ പല ആവശ്യങ്ങളുള്ളവർ കാണും, അറിവില്ലായ്മ കൊണ്ട് ഇതുവരെ സ്കോളർഷിപ്പിനുള്ള ഇതൊക്കെ എടുക്കാത്തവരും പെൻഷൻ കിട്ടാത്തവരും ഒക്കെ ഈ കൂടെ കാണും. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി നമ്മുടെ LCDC ഓഫീസിലെല്ലാം വിശദമായി തന്നെ നിങ്ങളോട് സംസാരിക്കും. അപ്പം അങ്ങനെ നമുക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഫണ്ട് മാറ്റിവെച്ച് ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മൾ സ്കോളർഷിപ്പായിട്ട് പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെ ഉൾപ്പെടെ 25 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ പാസ്സാക്കി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ 22,11,320 രൂപ മിനിമം നമ്മൾ വെച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ കൂടി വരുവാണെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾക്കുള്ള തുക മാറ്റി വെച്ചിട്ടേ ബാക്കി പദ്ധതി വിഹിതത്തിൽ നമ്മൾ മാറ്റുകയുള്ളൂ. നമ്മളാണ് സമൂഹത്തിൽ എല്ലാവരെയും കഴിഞ്ഞ് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ. അപ്പം നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ആവശ്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് നടത്തി തരേണ്ടതായിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നമുക്ക് നിയമത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഉള്ള തുക പദ്ധതിക്കകത്ത് മാറ്റി വെച്ചിട്ട് മാത്രമേ നമ്മൾ മറ്റ് പദ്ധതികൾക്ക് പൈസ മാറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അതെല്ലാം ഇവിടെ നമ്മൾ കുറിച്ച് വയ്ക്കും. നമ്മൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രത്യേകം ഒരു പരിശോധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഓരോരുത്തരും നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഹിയർ ബോണൊക്കെ കൊടുത്തപ്പോൾ മെഡിക്കൽ ബോർഡ് വന്ന് പരിശോധിച്ചൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ നിങ്ങൾക്ക് സാധനങ്ങൾ, മെറ്റീരിയൽ സാധനങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക. എത്രയും വേഗം, ഞങ്ങൾ ആരും നീട്ടിക്കൊണ്ട് പ്രസംഗം ഒന്നും പോകത്തില്ല. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ട് നമുക്കെല്ലാം പ്രായം ചെന്നവരാണ്, പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവിടെ നീട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. അപ്പം എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് ചെയ്യുവാനായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വികസന മിടുക്കി മെമ്പർമാര് ശ്രീ റോയി കപ്പലുമാക്കൽ, മനോജ്, അതിൻ്റെ അകത്തൊരു നിർദ്ദേശമുണ്ട്. വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരെയൊക്കെ സഹായിക്കാനായി അതിൻ്റെ 5% പൈസ മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതികൾ രൂപീകരിക്കാനും അത് പ്രാവർത്തിയാക്കാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഏത് ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നാലും, ഏത് ത്രിതല പഞ്ചായത്തിൽ ആരൊക്കെ അധികാരത്തിൽ വന്നാലും അവരെല്ലാം സാധാരണക്കാരായ ഏറ്റവും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടി എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ നിന്ന് മാറ്റി അവരെല്ലാം കൂടെ കൂട്ടി നിർത്തിക്കൊണ്ടാണ്, ഇതേപോലുള്ള ഭിന്നശേഷി വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു ഉയർത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇതേപോലെ ഗ്രാമസഭ രൂപീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇതിലൂടെ നൽകുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒത്തിരിയേറെ സാമൂഹിക സന്നദ്ധ സേവന സംഘടനകൾ ഇതേപോലെ ഭിന്നശേഷിക്കാരെ സഹായിക്കാനായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു പരിധിവരെ അതുകൊണ്ട് അവരെയൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് ഈ ത്രിതല പഞ്ചായത്തുകൾക്കും കൂടി ഈ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ ഉതകുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്നത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒത്തിരിയേറെ പേരെ ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും അവരെ സഹായിക്കുവാനും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും ത്രിതല പഞ്ചായത്തുകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വന്നാലും ഈ ത്രിതല പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ആ പൈസ എടുത്ത് വിനിയോഗിക്കാൻ സാധിക്കും. അത് 5% മിനിമം എന്നാണ് പറഞ്ഞതെങ്കിലും അതിന് മുകളിൽ 10% അവരെ സഹായിക്കാൻ ഉതകുന്ന പദ്ധതികൾക്ക് വേണ്ടി തുക വേണ്ടി വന്നാലും ആ പൈസയും നമുക്ക് ത്രിതല പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ മാറ്റിവെക്കാൻ സാധിക്കും. ഏതായാലും നമുക്കറിയാം, ഇതുപോലുള്ള ഗ്രാമസഭ കൂടുമ്പോൾ മാത്രമേ അവരുടെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പല മേഖലയിലും പല രീതിയിലുള്ള സഹായങ്ങളായിരിക്കും അവർക്ക് വേണ്ടി വരുന്നത്. നമ്മുടെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുസമ മാത്യു, അതുപോലെ ഇന്നിവിടെ ഈ ചടങ്ങ് ഉയർന്നീരും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, നമുക്കറിയാം ഇന്ന് 2 ഗ്രാമസഭകളാണ് ഇവിടെ നടക്കുന്നത്. ഭിന്നശേഷി ഗ്രാമസഭയും വയോജന ഗ്രാമസഭയും. 2 വിഭാഗവും സമൂഹത്തിൻ്റെ പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമായ വിഭാഗങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഗ്രാമസഭ.
അതിൽ ഓരോ വിഭാഗക്കാരും ഇപ്പൊ ഇതുവരെ നമ്മൾക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ കൂടിയും ഞാൻ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കൊടുത്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഭത്ത അതെല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുള്ളതാണ്. കഴിഞ്ഞ വർഷം 100ഓളം ഭിന്നശേഷിയിൽപ്പെട്ട അംഗങ്ങൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തിരുന്നത്. സ്കോളർഷിപ്പും ഭത്തയും അതിൽ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നവരാണെങ്കിൽ, അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ, സ്കൂളുകളിൽ പോകുന്നതാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ഹാജരാക്കുകയാണെങ്കിൽ, ഏത് സ്കൂളുകളിലാണെന്നുള്ളത് ഹാജരാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ഭിന്നശേഷിത്വം അനുസരിച്ച് ഉള്ള തുക അവർക്ക് വാർഷികമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്കൂളുകളിൽ പോകാത്തവർക്ക് 18 വയസ്സ് വരെയാണ് മുൻപത്തെ പദ്ധതികൾ പ്രകാരം നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് 12,000 രൂപ ഒരു വർഷം നമുക്ക് നൽകാവുന്നതാണ് ഭിന്നശേഷിത്വത്തിൻ്റെ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ. അതുപോലെ നമ്മുടെ ഭിന്നശേഷി പെൻഷൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഭിന്നശേഷി ഉല്ലാസയാത്ര നമ്മൾ സംഘടിപ്പിച്ചു. ഒരുപാട് പേർക്ക് അത് വളരെയധികം സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചായിരുന്നു. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് നമ്മൾ പൊതുവെ ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്യാറുണ്ട്. വയോജനങ്ങൾക്കുള്ള കട്ടിൽ എല്ലാ വർഷവും നമ്മൾ വലിയൊരു തുകയ്ക്ക് തന്നെ വയോജനങ്ങൾക്ക് കട്ടിലുകൾ നൽകി വരാറുണ്ട്. രാമേളയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ സ്റ്റേജിലുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും പഠിച്ചിട്ടൊന്നും അല്ല വന്നത്. അതൊരു ചെറിയ കവിതയാണ്. നമ്മുടെ മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന് പറയുന്ന കവിതയുടെ കുറച്ച് ഭാഗം. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ കയറിയിട്ടുണ്ട്. അതിന് ഇപ്പം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ റോഡ് സൈഡിലാണ് ഷെഡ് വെച്ച് മണ്ണിനകത്താണ് ഞങ്ങൾ കിടക്കുന്നത്. എനിക്കത് കാരണം ഭയങ്കര ഒരു വിഷമമാണ്. എങ്ങനെയാലും നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പെര തരണം. അവള് ഞങ്ങളുടെ ഷെഡിൽ നിന്ന് എന്ത് ചെയ്താൽ താഴെ ഞങ്ങൾക്ക് പെര ഉള്ളില്ലാത്ത പെരയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ബസ് വേണം. എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട്, നട്ടെല്ലാം കിടന്നുണ്ട്, വലത്ത് കൈയുടെ 3 ഞരമ്പ് വിട്ടുപോയി. അതുപോലെ മകനും കിഡ്നിക്ക് പ്രോബ്ലമായിട്ട് അതൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. 2ാമത്തെ കുഞ്ഞിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല. അതുപോലെ എൻ്റെ ഭർത്താവിന് ശ്വാസപ്പള്ളി 9 വർഷത്തോളമായി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പേരെടുത്ത് തരണം. അല്ലെങ്കിൽ ഞാനെല്ലാം കളക്ടറേറ്റ് കൊച്ചിനെ കൊണ്ട് തന്നെ പോകാൻ 15. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കും. 16 വീട്ടുപേര് സന്തോഷ് കുമാർ, അവൻ്റെ കൊച്ചിന്. എൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഞ്ജന സന്തോഷ് അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കറിയത്തില്ല, നമ്മളെ കളിപ്പിച്ചതാണോ. അതുകൊണ്ട് എനിക്ക് എന്നെ പറഞ്ഞത് വേണ്ടിയില്ല. ഞാൻ ചാകുന്നതിനിപ്പുറം എനിക്ക് എൻ്റെ മുന്നിൽ കിടക്കാനായിട്ട് ഒരു പേരെ എനിക്ക് തന്നേ ഒക്കൂ. അതിനെ ഞാൻ കളക്ടറേറ്റിൽ വെച്ചിട്ട് പലരും എന്നോട് പറഞ്ഞ് ഫോട്ടോ എടുത്ത് കൊടുക്കും. നിങ്ങൾ വന്ന് കാണാം, ഞങ്ങൾ മണ്ണിനകത്താണ്. ഇതാവുമ്പോഴോട് ചോദിച്ചേ. അമ്മയുടെ ആവശ്യം അത്യാവശ്യമാണ്. വയ്യാത്തൊരു കുഞ്ഞാണ്, 22 വയസ്സുള്ളതാണ്. കെട്ടാർപ്പുള്ളൊരു വീട് വേണം, അത്യാവശ്യമാണ്. ലൈഫിനകത്തുണ്ടെന്ന് പറയുന്നു. ഏതായാലും ഞങ്ങൾ പോയി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്ത് വഴി നമുക്ക് കയർത്താൻ ഇപ്പം ലൈഫിൻ്റെ പദ്ധതി കൊണ്ടുവരാൻ. എന്നാലും അമ്മയുടെ ഈ ആവശ്യം ഞങ്ങൾ പരിഗണിച്ച് സന്നദ്ധ സംഘടനകളൊക്കെ നമുക്കുണ്ട്. എങ്ങനെയെങ്കിലും ഒരു വീട് സംഘടിപ്പിച്ചു അതിനെ നോക്കുന്ന തള്ളക്ക് മാസത്തിൽ ഇച്ചിരി പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് കിട്ടുന്നില്ല. ഞാൻ പലയിടത്തും നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറയും ഇവിടെ പോകും, പിന്നെ പഞ്ചായത്തിൽ പോയി പറയാമെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫണ്ടില്ലാത്തതിൻ്റെ പേരിലാണ് തരാത്തെന്ന് പറയും. അത് കിട്ടുന്നില്ല. പിന്നെ ഭയങ്കര ഉപകാരം വിളിച്ചു കൊടുത്തുകൊണ്ട് കൊച്ചിന് സംസാരിക്കില്ല, കഴിക്കുന്ന കാര്യം സാധനങ്ങളോ, പിന്നെ പെറ്റ്സിൻ്റെ അസുഖമാണ്, പിന്നെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്ക് പറയുന്നത്.
നമുക്ക് അതിലൂടെ എല്ലാവർക്കും കൊടുക്കാം. ഈ വർഷം ഭിന്നശേഷിക്കാരുടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഞ്ചായത്ത് അറിയിക്കുന്ന സമയത്ത് വരുവാണെങ്കിൽ മെഡിക്കൽ ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യും. വാർഡ് മെമ്പറോ പറയുന്ന സമയങ്ങളിൽ നമുക്കത് പറയുവാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ പുതുക്കി കേരള സാമൂഹ്യ മിഷനിലേക്ക്, തിരുവനന്തപുരമാണ് അതിൻ്റെ ആസ്ഥാനം, അപ്പോൾ അവിടേക്ക് നമ്മൾ അയക്കുകയാണെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ അവരുടെ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് 2018 വരെയുള്ള അപേക്ഷകളാണ് അവർക്ക് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ അപേക്ഷയിൽ സൂചിപ്പിച്ച് അവർക്ക് എഴുതി അറിയിക്കേണ്ടി വരും. അവരിൽ നിന്നാണ് ആ ഫണ്ട് ലഭിക്കുന്നത്. അണ്ണ ചോറ് കുത്തിട്ടോ അണ്ണ അണ്ണോ ചോറ് കുത്തിട്ടോ ചിക്കനാണ് ഇതെല്ലാം കോളിഫ്ലവറോ? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു. ഇനിയിപ്പം ആവശ്യം പറഞ്ഞത് ഞാൻ കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. സൊസൈറ്റിയുടെ ആണെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ആൾക്കാരെ പരിഗണിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊന്ന് നോർത്തടി എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ അല്ലാതെയും പറയുന്നുണ്ട്. ഉടനെ തീരുമാനമായില്ലെങ്കിൽ പിന്നെ നമുക്ക് മഴക്കാലം തീരുമാനമായിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവിടെ ആൾതാമസം ഇല്ലാത്തടത്ത് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ഉള്ളവർ തന്നെ പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പം അതെങ്കിലും ഞങ്ങൾക്കൊന്ന് ശരിയാക്കാൻ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നായാലും പറഞ്ഞു നോക്കി. ഇനിയിപ്പം പറ്റില്ലെങ്കിൽ അടുത്ത നടപടികൾ സ്വീകരിക്കാം. ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു പാമ്പ് തല പൊക്കിയിട്ട് അവിടെ നിന്ന് അത് പോയി കാണുമെന്നേ, ചേരായിരിക്കും. നീയിപ്പോൾ തുറക്കത്, ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ? പാമ്പ് അത് അതിൻ്റെ വഴിക്ക് പോയി കാണും. എടാ സിംബ, നീ കണ്ടില്ലേടാ? നീ കുരയ്ക്കുന്നില്ലേ? ആ അതിൻ്റെ വഴിക്ക് പോയി കാണും. നീ വാ. നിന്നെ എന്തിനാണോ വളർത്തുന്നേ? കണ്ടോ, ഇവളുമാരൊന്നും ഇവിടെ കയറില്ലെന്ന് ഞാൻ മലയാളത്തിൽ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ പിന്നെ എന്തിനാണോ അവിടെ വളർത്തുന്നേ? നോക്കട്ടെ അവിടെ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ നോക്കട്ടെ. എൻ്റെ അമ്മേ, ലൈറ്റൊക്കെ ഓണേ എടുത്ത് വെച്ചിട്ടാ പോയേ. കുഴപ്പമൊന്നുമില്ല. എന്നാടാ എന്നാ? രാവിലെ ഞാൻ ചോദിച്ചു കൊച്ചിനെ കൊണ്ടുവരാൻ നീ പോവോ ഞാൻ പോവോ? അപ്പോൾ പറഞ്ഞു അമ്മ പോക്കോ, വൈകിട്ട് ഞാൻ പൊക്കോളാന്ന്. എനിക്കറിയാം വൈകിട്ട് ആശാൻ ഭയങ്കര പാടൊന്നും, വെയിലൊക്കെ അല്ലേ. എന്നിട്ട് നാരായണി ഇപ്പോൾ അതെ വൈകിട്ട് പോകാനായിട്ട് മടി. നാരായണി അങ്ങ് പോയിട്ട് വരട്ടെ. ഞാൻ ചോദിച്ചതാണ്. വാ പോക്ക്. അത് ഇപ്പോൾ അല്ല. ശാംഭവി വരുന്നുണ്ടെന്ന് തോന്നടാ. മാറടാ, ആ കൊച്ചിൻ്റെ കാര്യം ഒക്കെ ചാടിങ്ങ് ചെല്ലും. നോക്കിക്കേ, വീഴാൻ കണ്ട സ്ഥലം ആണോ? ഇതെവിടെ കൊണ്ടുപോയി? എന്താ നോക്കി?
കൊണ്ടിട്ടില്ലേ തട്ടി വീഴും. എന്നെന്താ വിളിക്കാത്ത? ആ വരുന്നുണ്ട്. ആ ഷൂ കിട്ടിയല്ലോ. ഷൂ കിട്ടിയല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആണോ വൈകുന്നേരം? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. നൂഡിൽസ്. മാഗി ഒന്നുമല്ല, ഇത് വേറെ. പരസ്യം പറയണോ മാഗിയുടെ? കൊതിപ്പിക്കുന്ന മണോ? ദൈവമേ, നൂഡിൽസിന്റെ പരസ്യം കൂടെ ചെയ്യാൻ തുടങ്ങിയോ? കൊതിപ്പിക്കുന്ന മണം എന്നാന്നറിയാവോ? ആ മറ്റേ ഇത് മീൻ ചത്തി നടന്നാറ്റോ വരുന്നേ. ആ കുളത്തില് മീനും ചത്തു. കേക്കണോ? മീനും ചത്തു. ആ മീൻ വെട്ടി ആ പടുതായും പോയി. അവസാനം വെള്ളവും ഇല്ല, മീനും ഇല്ല. ഓ എന്തോ ഇതുപോലൊരു അബദ്ധം. മീനുമില്ല, വെള്ളവും ഇല്ല. കൊച്ചങ്ങോട്ട് പോന്നിട്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കയറണ്ട. പൊക്കോ. ഉടുപ്പൊക്കെ മാറിയിട്ടിട്ട്. ഉടുപ്പ് മാറിയിട്ടിട്ട്. എടാ ഉടുപ്പ് മാറിയിട്. എന്നത്തിന് പോന്നേ? അതാണോന്ന് അറിയാൻ വേണ്ടി പോവാം. ഇതെന്നാ വട്ടടി ഇതിനെക്കൂടെ ഇറങ്ങുന്നേ? അവനെ അവിടെ ഒന്ന് കൈകാര്യം ചെയ്ത് ഞാൻ എന്നിട്ട് ഉണ്ടാക്കട്ടെ. വാച്ച് കിട്ടിയാണോ പോയേ? രസത്തിനാണോ? അവളൊന്ന് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ തല നിറച്ച് കുളിപ്പിക്കണ. ഇപ്പം കുളിപ്പിക്കണ്ട, തല എണ്ണയില്ല കണ്ടോ. കുളിപ്പിക്കണ്ട, എങ്ങനെയാണ്? വെട്ടും കുത്തുമായിരുന്നു കഴിഞ്ഞ്. ഇന്നത്തെ പണി കഴിഞ്ഞ്. ഒരു ചേട്ടൻ്റെ വണ്ടി കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ ചേട്ടനാ. പുള്ളി എന്നെ ഇങ്ങോട്ട് നിർത്തിയിട്ട് വരുന്നോന്ന് ചോദിച്ചു. ഇവിടെ ഈ റൂട്ടിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ട് ആൾക്കാർ. ബൈക്കിൽ വരുന്നവരൊക്കെ മിക്കവാറും ആൾക്കാർ നമ്മൾ കൈ കാണിക്കൊന്നും വേണ്ട. അവർ നിർത്തിയിട്ട് കപ്പാടനാണെന്ന് ചോദിച്ചിട്ട് കയറ്റിക്കൊണ്ട് വന്നിട്ടൊക്കെ നടക്കുന്നത്. നല്ല ആൾക്കാരാണ്. അവർക്ക് അറിയാം വണ്ടി കുറവാണെന്ന്. ആ റൂട്ടിൽ എന്താ റൂട്ട്. വനരക്ക് ചേച്ചാച്ചൻ വിളിച്ചായിരുന്നു. ദൈവമേ, ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അത് മതി, നിന്റെ തള്ളയെ എന്നെ വിട്ടുപോയി, നീയും വിട്ടുപോയെന്ന് പറയും. എന്നാടാ വെട്ടിയാണോ മേടിച്ച മീന്?
ഒരെണ്ണം വെട്ടി ഒരെണ്ണം വെട്ടാതെ മത്തി വെട്ടിയിട്ടില്ല. വെട്ടി മേടിക്കുവാണെങ്കിൽ നമുക്ക് അത്ര വെള്ളം ലാഭമാണ്. അതാണ് മത്തി വെട്ടിയിട്ടില്ല. അവന്മാർ വെട്ടിത്തരുമായിരുന്നു. മത്തി വെട്ടിത്തരുക മറ്റേ വെട്ടിയിട്ടില്ല. ഓക്കെ. അതെ വല ഇപ്പം വെള്ളം തരാം. നിൽക്ക്. അതിനകത്ത് ചൂടുവെള്ളം അതിനകത്തല്ലേ അമ്മ ഇപ്പൊ തന്നെ എനിക്ക് നല്ല ചൂട്. ഇതൊന്ന് ഓഫ് ചെയ്തേ. അപ്പം